ഹലോ, കൊറേ അല്ലേ ഹലോ കേട്ടിട്ട് ആകെപ്പാടെ ചടച്ചിടൂ. ഒരു മാട്രസിന്റെ പ്രൊമോഷൻ പോലും വരുന്നില്ലെന്ന് ഇത്രയും വീഡിയോ ഇട്ടിട്ട്. കുറച്ച് പണിയും കുറെ മടിയും ഇതൊക്കെയാണ് കേട്ടോ കാരണം. ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ് കേട്ടോ. ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഇതെന്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫ്ലൈറ്റിനായതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ടൈഗർ മാമ മുട്ടായൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞ് വീട്ടുകാരോട് യാത്രയും പറഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അങ്ങനെ നമ്മുടെ ചെറുക്കനെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നേരെ എയർപോർട്ടിന്റെ ഉള്ളിലോട്ട്. പുറത്തുനിന്ന് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഉള്ളിലോട്ട് കയറിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസ് ഒക്കെ ഇഷ്യൂ ചെയ്ത് കേട്ടോ. ഇവിടെ വലിയ തിരക്കിലേലും ഫ്ലൈറ്റ് ഫുൾ ആണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വിൻഡോ സീറ്റ് കിട്ടുമെന്ന് ചേട്ടനോട് ചോദിച്ചേക്ക്, പക്ഷെ കിട്ടിയില്ല. സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഏൽപ്പിച്ചു. അവിടെയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല എനിക്ക് കാര്യപ്പെട്ട ലഗേജ് ഒന്നും ഇല്ലായിരുന്നു. ആകെ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഈ കടകളൊക്കെ കാണാൻ അടിപൊളിയാണെങ്കിലും ഭയങ്കര ലാഭമുണ്ട് അവിടെ. പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇത് പിന്നെ നമ്മുടെ സ്ഥിരം ഫ്ലൈറ്റ് യാത്ര സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എടുത്താണ്. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിക്കാൻ പാസ്പോർട്ട് ഇല്ല കേട്ടോ. ഒരുപാട് ആകാംക്ഷയോടുകൂടി ആ ഇടനാഴി കൂടെ ഫ്ലൈറ്റിന്റെ അടുത്തെത്തി കേട്ടോ. ജനലിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ദേശീയ വിമാനമായ എയർ ഇന്ത്യ ഒക്കെ അവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലതുകാലം വെച്ച് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിൻഡോ സീറ്റ് കിട്ടിയില്ല, സൈഡ് സീറ്റ് ആണ് കിട്ടിയത് കേട്ടോ. ഈ സൈഡ് സീറ്റിന് അതിന്റേതായ ഗുണങ്ങൾ ഉണ്ടെങ്കിലും വിൻഡോ സീറ്റ് ആണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എന്റെ ഒരു ഇത്. എനിക്ക് തീരെ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ പകുതി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ലൈഫ് ജാക്കറ്റിന്റെ പരിപാടി വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അഥവാ അങ്ങനെ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച രക്ഷപ്പെടണ്ടേ. പക്ഷെ എന്റെ പുന്നളിയെ എന്തൊരു കുലുക്കമാണ് റൺവേ കൂടെ പോകുമ്പോൾ. KSRTC ബസ്സിന് പോലും ഉണ്ടാവില്ല എത്രയും കുലുക്കം. സസ്പെൻഷൻ പോരാ, ജേസൺ പറഞ്ഞ പോലെ മാതാ ചുറ്റും വിളിച്ച് പോയാൽ മതിയായിരുന്നു. പിന്നെ ബാത്റൂമിലോട്ടൊന്ന് കയറി മര്യാദയ്ക്ക് അല്ല കേട്ടോ, മുടി ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല അവിടെ. ബാംഗ്ലൂർ അടുക്കാറായി. ആകാശത്ത് നിന്നുള്ള ഇച്ചിരൂടെ നല്ല വിഷ്വൽസ് പാർട്ട് 2 ഉണ്ടാവും കേട്ടോ. കാരണം തിരിച്ചുപോക്ക് നമ്മൾ ഇച്ചിരി ലക്ഷറിയിലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ നാട്ടിൽ വല്ല ബസ്സിലാണോ കയറിയത്. ഇറങ്ങാൻ നേരത്ത് ഇത്ര തിക്കും തിരക്കും കൂട്ടുന്നുണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എക്സിറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ. നമുക്ക് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റി. ബാംഗ്ലൂരിന്റെ ഏത് ഭാഗത്തേക്ക് പോകാനും 24 hours ബസ് സർവീസ് ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ നിന്ന്. എനിക്ക് ഹെബ്ബാളിലോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടുള്ള ബസ് കയറി ഞാൻ ഹെബ്ബാളിൽ ഇറങ്ങി. അവിടുന്ന് ഒരു ഊബർ എടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോയി. തിരുവനന്തപുരംകാരനായ സാവിയോ ആണ് കേട്ടോ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ സാവിയോട് ബൈ പറഞ്ഞ് നേരെ റൂമിന്റെ ഉള്ളിലേക്ക്. മുൻപ് ഒരു പ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ ഈ സെയിം സ്റ്റേ തന്നെയാണ് നമ്മൾ എടുത്തത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ആംബിയൻസ് ഉള്ള റൂമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ കോംപ്ലിമെന്ററി ആണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ യാത്രകളിൽ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ള റൂംസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഈ നൈറ്റ് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ റൂമിലെത്തിയപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഈ റൂമിന് എനിക്ക് 1500 രൂപയുടെ അടുത്തേ വന്നിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി ബാംഗ്ലൂർ വിശേഷങ്ങൾ പാർട്ട് 2 കാണാട്ടോ. അപ്പോൾ അങ്ങനെ